ഹായ് ഫ്രണ്ട്സ്, 3ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ടെൻഡർ ടച്ച് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു ചിത്രം കാണുന്നുണ്ടല്ലേ? എന്താ ആ ചിത്രത്തിൻ്റെ താഴെ കാണുന്നത്? മദർ തെരേസയുടെ ഒരു കോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണത്? ഒന്ന് വായിച്ചു നോക്കൂ. ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. അങ്ങനെയല്ലേ? അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഓട്ടമത്സരം നടക്കുകയാണ്. മത്സരത്തിനിടയിൽ എന്ത് സംഭവിച്ചു? ഒരു കുട്ടി വീണുപോയി അല്ലേ? വീണുപോയി, അവൻ്റെ കാലുകളൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും അവിടെ നിൽക്കാണ്ട് ഓടുക തന്നെയാണ്. ഒരു കുട്ടി മാത്രം എന്ത് ചെയ്തു? വീണുപോയ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? ആരെങ്കിലും വീണു പോയാൽ ഒന്ന് സഹായിക്കാറുണ്ടോ? അതോ അവരെ നോക്കാണ്ട് അങ്ങോടി പോവുകയാണോ? അല്ല അല്ലേ, നമ്മളെല്ലാവരും സഹായിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് മദർ തെരേസയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ലോകത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളൊരു വാക്കുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ അത്? ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. കൈകളെ സഹായിക്കാനും അതുപോലെ തന്നെ ഹൃദയത്തെ എന്ത് ചെയ്യാനും, സ്നേഹിക്കാനും വേണ്ടി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ എന്താവുന്നത്? നല്ല മനുഷ്യരും നല്ല കുട്ടികളും ആവുന്നത്. ഇനി നമ്മൾ പോകുന്നത് 2ാമത്തെ സെഷനിലേക്കാണ്. കേർട്ടൺ റേസർ എന്നാണ് നമ്മുടെ ഈ ഒരു പേജിന് പേര് കൊടുത്തിട്ടുള്ളത്. എന്താ കേർട്ടൺ റേസർ എന്ന് പറഞ്ഞാൽ? കേർട്ടൺ എന്തിനാ ഇടുന്നത്? നിങ്ങൾ ഡാൻസൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സ്റ്റേജിന് എന്തുണ്ടായിരിക്കും? കേർട്ടൺ ഉണ്ടായിരിക്കും. അത് താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം വരുമ്പോൾ വളരെയധികം ആകാംക്ഷ ആളുകൾക്ക് ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേർട്ടൺ ഇട്ട് വീണ്ടും അത് പൊക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് പുതിയൊരു പാഠഭാഗം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ പാഠഭാഗത്തിലേക്ക് നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? ഉത്സാഹത്തോടെ കയറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കേർട്ടൺ റേസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 2 ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് അല്ലേ? 1ാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നേ? ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. 2ാമത്തെ ചിത്രത്തിലോ എന്ത് ചെയ്യുന്നു? 2 പേര് 3 പേര് നിന്ന് കളിക്കുന്നിടത്ത് ഒരു കുഞ്ഞിൻ്റെ മേലേക്ക് എന്ത് ചെയ്യാണ്? അവിടെ ഒരു കുട്ടി ചെളി തെറിപ്പിക്കുകയാണ്. ഈ 2 പിക്ചേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇതിനകത്ത് ആദ്യം ചെയ്യുന്നതാണോ 2ാമത് ചെയ്തതാണോ നിങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത്? അതെ, നല്ല കുട്ടികളായിട്ടുള്ള നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? അതെന്ത് ചെയ്യുക? വിശക്കുന്ന പറവകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതായത് ഒരാളെ സഹായിക്കുന്നതാണ്. മറ്റതിൽ എന്താണ്? ഒരാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? ആളുകളെ ആരും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നിങ്ങളെയൊക്കെ പോലെ തന്നെ നല്ല കുട്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കഥ എന്താണെന്നും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമില്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഈ സണ്ണി മോർണിംഗ്. എന്താ സണ്ണി മോർണിംഗ് എന്ന് വെച്ചാൽ? സണ്ണി, റെയിനി, ക്ലൗഡി ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ സണ്ണി എന്ന് വെച്ചാൽ? സൺ ആരാണ്? സൂര്യനാണല്ലേ. സണ്ണി എന്ന് വെച്ചാൽ വെയിലൊക്കെയുള്ള, അതായത് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസം. മോർണിംഗ് പിന്നെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, എ സണ്ണി മോർണിംഗ്. ദ മോർണിംഗ് സൺ പീപ് ത്രൂ ദ വിൻഡോ. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. She was half asleep. Oh, Amma, let me sleep a little longer. No, dear, it's already late. Mother came in and gently patted her. Sasha got out of the bed, rubbing her eyes. What's that smell? Lovely. She took a deep breath. She rushed to the kitchen. Mother followed her. അപ്പോൾ ഇവിടെ നോക്കൂ, the morning sun peeped through the window. മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ എന്ത് ചെയ്യുന്നു? പീപ്പിഡ് എന്താണ്? എത്തി നോക്കുക അല്ലേ? പീപ്ഡ് ത്രൂ ദ വിൻഡോ, വിൻഡോയിലൂടെ എന്ത് ചെയ്യുന്നു? സൂര്യൻ എത്തി നോക്കുന്നു. അതായത് സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങി, വെയിലൊക്കെ വന്നു തുടങ്ങി. നമുക്കറിയാം, ചില ദിവസങ്ങളിൽ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ജനൽ വഴി എന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും? സൂര്യപ്രകാശം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? ദെൻ സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. ആരോ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. സാഷ, എന്താണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ പേരെന്താണ്? സാഷയാണ്. സാഷയെ വിളിച്ചുണർത്തുവാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. എന്ത് ചെയ്തിട്ടുണ്ട്? നേരം വൈകിട്ടുണ്ട്, എഴുന്നേൽക്കൂ. മദർ കോൾ സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. മദർ എന്ത് ചെയ്യുന്നു? അമ്മ വന്ന് സാഷയെ വിളിക്കുകയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വോയിസിൽ.
അങ്ങനെയാണല്ലേ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുക അവിടെ നിന്ന് വളരെ ശബ്ദത്തിലാണോ വിളിക്കുന്നത്? അത് അത്രയും ദേഷ്യം പിടിക്കുമ്പോഴായിരിക്കും അല്ലേ അമ്മമാരങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമ്മ ആദ്യം എന്താ ചെയ്യുന്നത്? വളരെ പതുക്കെ ആയിരിക്കും എഴുന്നേൽക്കും മോളെ എന്നായിരിക്കും പറയുന്നത് അല്ലേ. സോ ഇവിടെയും നമ്മുടെ സാക്ഷിയെ വിളിച്ച് ഉണർത്താൻ വേണ്ടി അമ്മ വന്നിട്ടുണ്ട്. ഷീ വാസ് ഹാഫ് എസ്ലീപ്പ്. അവളെന്താണ്? പാതി ഉറക്കത്തിലാണല്ലേ, ഉണർന്നിട്ടുണ്ട് എന്നാൽ ഉണർന്നിട്ടില്ല താനും. ദെൻ ഷീ സേഡ്, ഓ അമ്മ ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്. അമ്മേ ഞാൻ എന്ത് ചെയ്തോട്ടെ, ഇത്തിരി കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്നു. ദെൻ ഹെർ മോം സേഡ്, നോ ഡിയർ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെൻറ്റ്ലി പാറ്റഡ് ഹെർ. അപ്പോൾ അമ്മ പറയുമോ എന്ത്? നോ ഡിയർ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. സൂര്യനൊക്കെ വന്നു തുടങ്ങിയല്ലേ, അപ്പോൾ തന്നെ അറിയാം സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, വേഗം എഴുന്നേൽക്കൂ, നേരമൊക്കെ വൈകിയുണ്ടെന്ന് പറഞ്ഞ് അമ്മ എന്ത് ചെയ്യുന്നു? അകത്ത് വന്ന് ജെൻറ്റ്ലി പാറ്റഡ് ഹെർ, അവളെ ഇങ്ങനെ വളരെ മൃദുവായി തലോടിക്കൊണ്ടിരിക്കുകയാണ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ദ ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അന്നേരം സാഷ എന്ത് ചെയ്തു? കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. ദെൻ ഷീ സ്മെൽ സംതിങ്. വാട്ട്സ് ദാറ്റ് സ്മെൽ? അവൾ ഉണർന്നപ്പോൾ തന്നെ ചോദിച്ചത് എന്താ ഒരു നല്ല മണം വരുന്നത്, എന്തിൻ്റെ സ്മെല്ലാണത്? ഷീ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. അവൾ എന്ത് ചെയ്തു? വളരെ നന്നായിട്ട് ആ സ്മെല്ലൊന്ന് ആസ്വദിച്ചു. ഷീ റഷ് ടു ദ കിച്ചൺ. അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? റഷ്ഡ് എന്താണ്? ധൃതിയിൽ അല്ലേ. റഷ് ടു ദ കിച്ചൺ. എവിടേക്കാണ് പോയേ? കിച്ചണിലേക്കാണ് പോയത്. മദർ ഫോളോഡ് ഹെർ. അമ്മ അവളെ പിന്തുടർന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. എന്തിനായിരിക്കും സാഷ കിച്ചണിലേക്ക് ഓടിപ്പോയത്? എന്തുകൊണ്ടായിരിക്കും അത്? നോക്കാം നമുക്ക്. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. എന്താ സ്നാക്ക് എന്ന് വെച്ചാൽ? പലഹാരമാണല്ലേ. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. സാഷ രാവിലെ തന്നെ ഉണർന്ന് എണീറ്റ ഉടനെ ആ സ്മെല്ലെല്ലാം ആസ്വദിച്ച് ഓടി കിച്ചണിൽ വന്നു നോക്കിയപ്പോൾ എന്താ കാണുന്നേ? ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. ഫാദർ എന്ത് ചെയ്യുന്നു? വളരെ തിരക്കിട്ട് എന്തെല്ലാമോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സേഡ്. സാഷയെ കണ്ടിടത്ത് തന്നെ അച്ഛൻ പറഞ്ഞു എന്ത്? യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി. എൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്. അപ്പോൾ സാഷ ചോദിച്ചത് എന്താ? അമ്മേ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് എന്ത് ചെയ്തോട്ടെ, സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. അപ്പോൾ അമ്മ എന്തു പറഞ്ഞു? ഷുവർ, ഉറപ്പായിട്ടും നിനക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോവാം, നീ പോയി റെഡി ആയിട്ട് വരൂ. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ എന്ത് ചെയ്തു? അന്നേരം വാഷ്റൂമിലേക്ക് പോയി, കുളിക്കാൻ വേണ്ടി അവൾ പോയി. പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത്. നിങ്ങളൊക്കെ പാട്ട് പാടാറുണ്ടോ കുളിക്കുമ്പോൾ? എല്ലാവരും പാടാറുണ്ടായിരിക്കും അല്ലേ. സാഷ, ആറിൻ യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ ഹെർ ഫ്രണ്ട്. അങ്ങനെ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു. എന്താ അത്? സാഷ, ആറിൻ യു റെഡി യെറ്റ്? നീ ഇതുവരെ കഴിഞ്ഞില്ലേ നിൻ്റെ എന്ന് ചോദിച്ചു. ആരാ അത്? ഇറ്റ് വാസ് നവീൻ. നവീൻ ആരാണ്? സാഷയുടെ ഫ്രണ്ടാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ എന്ത് ചെയ്യുന്നു? സാഷയും കാത്ത് ഗേറ്റിൽ വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരു ഫ്രണ്ട് കൂടെ വരാൻ. നടന്നു പോകുന്ന കുട്ടികളായാലും സ്കൂൾ ബസ്സിൽ പോകുന്നവരായാലും എല്ലാം നമുക്ക് നമ്മുടെ സ്റ്റോപ്പിൽ നിന്നോ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നോ കൂടെ വരാനൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കും അല്ലേ. സോ നവീൻ വിളിച്ചപ്പോൾ സാഷ പറഞ്ഞെന്താ? ജസ്റ്റ് 5 minutes. സാഷ ഹരിഡ് അപ്പ്. അപ്പോൾ അവൻ്റെ വിളി കേട്ടപ്പോൾ പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മുടെ സാഷിയുടെ അച്ഛൻ പറഞ്ഞു അവളെ കണ്ടപ്പോൾ എന്ത്? യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി എന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സാഷിയുടെ ഫേവറേറ്റ് സ്നാക്ക്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഏതെല്ലാം സ്നാക്സിൻ്റെ പേര് നിങ്ങൾക്കറിയാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇഷ്ടമുള്ള നിങ്ങളുടെ പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന്. ഉണ്ണിയപ്പം അറിയാം, പഴംപൊരി അറിയാം, പിന്നെ അങ്ങനെ എന്തെല്ലാം അറിയാം? ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും. സോ ഇവിടെ സാഷ അവളുടെ ഫേവറേറ്റ് സ്നാക്കും കൊണ്ട് സ്കൂളിലേക്ക് പോവാണ്. ദെൻ വാട്ട്സ് ഹാപ്പൻ? The surprise. Sasha and Naveen reached school just before the bell rang. It smells nice. What's in your bag? Naveen asked. It's a surprise. Wait for a while. Sasha took out the tiffin box and opened it. Wow, Unniyappam, Naveen exclaimed. All the children
rushed towards Sasha. Wait, don't rush. There's enough for everyone, Naveen said. At that moment, someone appeared at the window. Hey, who's that? Sasha asked. അപ്പോൾ ഇവിടെ സാഷയും നവീനും കൂടി എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് പോയി. അവർ സ്കൂളിൽ ബെല്ല് അടിക്കുന്നതിന് മുന്നേ തന്നെ എത്തിച്ചേർന്നു. ദെൻ ആ സമയത്ത് നവീൻ അവളോട് ചോദിച്ചു, ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നല്ല സ്മെല്ലാണല്ലോ, എന്താ നിൻ്റെ ബാഗിനകത്ത്? ദെൻ സാഷ സെഡ്, ഇറ്റ്സ് എ സർപ്രൈസ്, ജസ്റ്റ് വെയിറ്റ്. നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് സാഷ എന്ത് ചെയ്തു? അവളുടെ ബാഗിനകത്ത് നിന്ന് ടിഫിൻ ബോക്സ് എടുത്ത് ഓപ്പൺ ചെയ്തു. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്ത് ചെയ്തു? പുറത്തു വന്നു. ആരാ അത്? ആ, ഉണ്ണിയപ്പം ആണല്ലേ. അപ്പം നവീനും അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവൻ വളരെ ആശ്ചര്യത്തോടെ ഹായ് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് സാഷ. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഓടി സാഷയുടെ അടുത്ത് കൂടി. അങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ ചെന്നാൽ, അവൾ എന്തെങ്കിലും കൊണ്ടു ചെന്നാലൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചുറ്റിലും കൂടും. എല്ലാവർക്കും കൊടുത്തിട്ടല്ലേ കഴിക്കാറ്? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും ഓടി ഇങ്ങ് വന്നപ്പോൾ നമ്മുടെ നവീൻ പറഞ്ഞു എന്ത്? വെയിറ്റ്, ഡോണ്ട് റഷ്, ദർസ് ഇനഫ് ഫോർ എവ്രി വൺ. ആരും ധൃതി പിടിക്കേണ്ട, ഇവിടെ എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സമൺ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ. ആ സമയത്ത് ഈ ക്ലാസ്സിലെ ബഹളമൊക്കെ കേട്ടിട്ടായിരിക്കാം ആരൊക്കെയോ ജനവാതിൽ എന്ത് ചെയ്യുന്നുണ്ട്? എത്തി നോക്കുന്നുണ്ട്. ദെൻ സാഷ സെഡ്, ഏയ് ഹൂസ് ദാറ്റ്? അതാരാ അവിടെ എന്ന് സാഷ ചോദിച്ചു. ആരായിരിക്കാം ജനലിൽ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരായിരിക്കും അത്? അടുത്തുള്ള ക്ലാസ്സിലെ കുട്ടികളായിരിക്കുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ആയിരിക്കുമോ? നോക്കാം നമുക്ക് ആരാണ് അവിടെയുള്ളതെന്ന്, അല്ലേ? A girl at the window. Naveen looked at the window and saw a girl. I have seen her somewhere, he said. The girl was looking at them curiously. Her messy hair was swinging in the wind. She looked very tired. Sasha went to the window. She offered an unniyappam to the girl, but the girl ran away without taking it. Sasha's eyes followed the girl, but the girl disappeared behind the bushes. Where does she live? Sasha asked Naveen, who was enjoying a big bite of unniyappam. I don't know, he said. Poor girl. Her clothes are torn, Sasha said. ഇവിടെ ആരാണ് ജനവാതിലിൽ വന്നിട്ടുള്ളത്? എ ഗേൾ അറ്റ് ദ വിൻഡോ. അവിടെ ഒരു ഗേൾ ആണുള്ളത്, അല്ലേ? നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ, ഹി സെഡ്. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവൾ എന്ത് ചെയ്യുവാണ്? ആ പെൺകുട്ടി അവരെ വളരെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. മെസ്സി ഹെയർ, ചീകി ഒതുക്കി വയ്ക്കാതെ പാറി പറക്കുന്ന മുടിയാണ് അവൾക്കുള്ളത്. അതെന്ത് ചെയ്യുന്നു? കാറ്റത്ത് ആടി കളിച്ചുകൊണ്ടിരിക്കുക. ഷീ ലുക്ക് വെരി ടയേർഡ്. അവൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. സാഷ വെൻ ടു ദ വിൻഡോ. അവളെ കണ്ടപ്പോൾ വിൻഡോയുടെ അടുത്തേക്ക് പോയിട്ട് സാഷ എന്ത് ചെയ്തു? ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവൾ ഒരു ഉണ്ണിയപ്പം അവൾക്ക് എടുത്തു കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല? ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവൾ ഓടി എന്ത് ചെയ്തു? ഒരു ബുഷിനുള്ളിൽ മറഞ്ഞുപോയി. വേർ ഡസ് ഷീ ലീവ്? അവൾ അങ്ങനെ പോയപ്പോൾ സാഷ നവീനോട് ചോദിക്കുവാണ്, അവൾ എവിടെയാണ് ജീവിക്കുന്നത്? ആ സമയത്ത് നവീൻ എന്ത് ചെയ്യുക? ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അവൻ നല്ല സ്വാദോടുകൂടി ആസ്വദിച്ച് ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. ദെൻ അത് കഴിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു എന്ത്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് വേഴ്സ് ടോൺ, സാഷ സെഡ്. അപ്പോൾ സാഷ പറഞ്ഞു എന്ത്? പുവർ ഗേൾ, പാവം കുട്ടി, അവളുടെ ഡ്രസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ടോൺ, കീറിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഒരാളെ കണ്ടപ്പോൾ ഡ്രസ്സ് കീറിയത് കണ്ടപ്പോൾ പാവം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഷ നല്ല കുട്ടിയായിരിക്കണം, അല്ലേ? അവൾ അത്രയും ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം, അവൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു പുതിയ കുട്ടിയെ പരിചയപ്പെടുകയാണ്. ആ കുട്ടി ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. അവൾ വന്നു എങ്ങോ ഓടി മറഞ്ഞു കളഞ്ഞു, അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവൾ ആ ഉണ്ണിയപ്പം സ്വീകരിക്കാതിരുന്നത്? അവൾക്ക് ഒരു ഉണ്ണിയപ്പം എടുത്തുകൂടായിരുന്നോ? നിങ്ങളാണെങ്കിൽ സ്വീകരിക്കുമോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നാൽ സ്വീകരിക്കുമോ?
ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കും അല്ലേ. ഇവിടെ ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, അവളുടെ ഓഫറൊന്നും സ്വീകരിക്കാണ്ട് മറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ആരാണ് ആ പെൺകുട്ടിയെന്നും അവൾ എന്തിനാണ് അവിടെ വന്നത് എന്നുമാണ് അല്ലേ. അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കഥയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും കൂട്ടുകാരെല്ലാം പാഠഭാഗം ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, ഫ്ലുവൻ്റായിട്ട് വായിക്കുക, സ്റ്റോറി നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോഴേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.